അസ്സലാമു അലൈക്കും എവരിവൺ, വെൽക്കം ടു ഫാരിഷാസ് കിച്ചൺ ആൻഡ് ക്യാൻവാസ്. ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു സ്ട്രോബെറി പുഡിങ്ങാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതൊരു 3 ലെയേർഡ് പുഡിങ്ങാണ്. ഉണ്ടാക്കാൻ സത്യമായി ശരിക്കും ഈസിയാണ്. എൻ്റെ കയ്യിൽ ഒരു 10 ഗ്രാമിൻ്റെ ജലാറ്റിനുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ 10 ഗ്രാം എടുത്തിട്ട് ഒരു ബൗളിലും ചേർത്തു. അതുപോലെ ഇത് 25 ഗ്രാം ചൈന ഗ്രാസ് ഉണ്ട്. സോ അതിലൊരു 10 ഗ്രാമിൻ്റെ അളവ് വരുന്ന രീതിയിൽ അതിൻ്റെ ഒരു 1/3 പോർഷൻ എടുത്തിട്ട് വേറെ ബൗളിൽ എടുത്തു. എന്നിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇത് രണ്ടും ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടു കൊടുത്തിരിക്കുക കേട്ടോ. ജലാറ്റിന് പച്ചവെള്ളത്തിൽ സോക്ക് ചെയ്താലും മതി. ഞാൻ എന്തായാലും ചൈന ഗ്രാസിന് ചൂടുവെള്ളം യൂസ് ചെയ്യുന്നത് കൊണ്ട് ജലാറ്റിനും യൂസ് ചെയ്തു എന്ന് മാത്രം. എന്നിട്ട് അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വെച്ചു. ആ സമയം നമുക്ക് സ്ട്രോബെറി എത്ര ഉണ്ട് കയ്യിൽ നിന്ന് വെച്ചാൽ അത് മുറിച്ച് വയ്ക്കാം. നമ്മൾ എത്രത്തോളം പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ സ്ട്രോബെറിയൊക്കെ യൂസ് ചെയ്യുക. ഈ പുഡിങ്ങിന് ജലാറ്റിൻ മാത്രമാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ 1 ലിറ്ററിന് എന്ന രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചൈന ഗ്രാസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 10 ഗ്രാം 1 ലിറ്റർ ലിക്വിഡിന് എന്ന രീതിയിൽ നിങ്ങൾ എടുക്കുക കേട്ടോ. ഈ ഒരു അളവ് നിങ്ങൾ എന്നും പുഡിംഗ് ഉണ്ടാക്കാൻ യൂസ് ചെയ്താൽ ഒരിക്കലും നിങ്ങളിത് ഫ്ലോപ്പ് ആവില്ല, സക്സസ്ഫുൾ ആയി മാറും. സ്ട്രോബെറി ആവശ്യത്തിന് അരിഞ്ഞു വെച്ചാൽ ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതിൽ വെള്ളമൊന്നും ചേർക്കണ്ട. പിന്നെ ആവശ്യത്തിന് ഷുഗർ ചേർത്ത് കൊടുക്കുക. ഈ സമയം വേറൊരു പാത്രത്തിൽ എന്ത് ചെയ്യുക, പാല് തിളപ്പിക്കാൻ വെക്കുക. ഞാനൊരു 700 ml പാലാണ് കേട്ടോ തിളപ്പിക്കുന്നത്. ഇപ്പോൾ ഈ സ്ട്രോബെറിയിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നു. ഈ സമയത്ത് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച ജലാറ്റിൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സ്ട്രോബെറിയുടെ കളർ നന്നായിട്ട് മാറാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. ജസ്റ്റ് ജലാറ്റിൻ ഇതിൽ ഡിസോൾവ് ആയി എന്ന് കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, തീ ഓഫ് ചെയ്യാം. ഇനി പാലിൽ ഈ കാണുന്നത് ഞാൻ സ്ട്രോബെറിയിലോട്ട് ഇട്ട് കൊടുത്ത ജലാറ്റിൻ കുറച്ച് വീണ് പോയതാണ്. ഈ പാലിലേക്കാണ് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച് ചൈന ഗ്രാസ് യൂസ് ചെയ്യാൻ പോകുന്നത്. കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുകയാണ് കൂടുതൽ ടേസ്റ്റ് വരുത്തുന്ന കാര്യം. ഇവിടെ ഞാൻ ഷുഗർ മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഷുഗർ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വല്ലാണ്ട് മധുരം ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ചൈന ഗ്രാസ് പാലിൽ നന്നായിട്ട് അലിഞ്ഞ് ചേർന്ന് കണ്ടാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. 3 ബൗൾ എടുത്തിട്ട് വേവിച്ച സ്ട്രോബെറി 2 ബൗളിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നിൽ ഏറ്റവും ബോട്ടം ലെയറും മറ്റേതിൽ പാലും സ്ട്രോബെറി മിക്സ് ചെയ്തിട്ടുള്ള ലെയറിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. സോ ഫസ്റ്റ് ബൗളിൽ കുറച്ച് കൂടുതൽ സ്ട്രോബെറി എടുക്കുക. ശേഷം ചൈന ഗ്രാസ് അലിയിപ്പിച്ച പാലുണ്ടല്ലോ അത് 2 ബൗളിലോട്ട്, അതായത് സ്ട്രോബെറി ഉള്ളൊരു ബൗളിലോട്ടും പിന്നെ പ്ലെയിൻ ബൗളിലോട്ടും ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമുക്ക് 3 ലെയർ കിട്ടിയിട്ടോ. ഇനി നമുക്ക് തന്നെ നമ്മുടെ ഇഷ്ടത്തിന് ലെയേഴ്സ് മാറ്റാം. ഞാൻ ഏറ്റവും ബോട്ടം ലെയറിൽ എടുക്കുന്നത് സ്ട്രോബെറി മാത്രമുള്ള മിക്സാണ്. അത് നന്നായിട്ട് അമർത്തി കൊടുത്ത് പുഡിംഗ് ട്രേയിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല നിങ്ങളുടെ കയ്യിൽ പുഡിംഗ് ട്രേ ഇല്ലെങ്കിൽ ഇതുപോലത്തെ ബൗളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ സ്ട്രോബെറി കുറച്ച് കട്ടിയായതുകൊണ്ട് 2ാമത്തെ ലെയർ അപ്പോഴത്തന്നെ ഒഴിച്ചു കൊടുത്തു. നിങ്ങളത് അങ്ങനെ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷം 2ാമത്തെ ലെയർ ഒഴിച്ചു കൊടുക്കുക. എൻ്റെ സെക്കൻഡ് ലെയർ കുറച്ച് വാട്ടറിയാണ്, അതുകൊണ്ട് ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് നേരം തണുപ്പിക്കാൻ വെച്ചു കേട്ടോ. ശേഷം എടുത്തു. ഇപ്പോൾ കുറച്ച് കട്ടിയായിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 3rd ലെയർ ഒഴിച്ചു കൊടുക്കുകയാണ്. സ്ട്രോബെറി കൊണ്ടേ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്നൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മാങ്ങയൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഇനിയിപ്പോൾ തണുപ്പിക്കാൻ വെച്ചു. തണുപ്പിച്ച് കഴിഞ്ഞ് ഇപ്പോൾ നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ കാണാനും. മുകളിൽ സ്ട്രോബെറി, സെക്കൻഡ് ലെയർ ഒരു ബേബി പിങ്ക് കളറ്, താഴെ വൈറ്റ് കളർ ഇങ്ങനെ കാണാൻ. ഈ ലെയർ ഉൾട്ടയായിട്ടാണ് വരണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങളുടെ അടുത്ത് സിലിക്കോൺ മോൾഡ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഈ സ്ട്രോബെറി വലിയ പുളിയില്ലാത്ത സ്ട്രോബെറി ആയിരുന്നു, പക്ഷേ എന്നാലും മധുരത്തിൻ്റെ ഒരു ചെറിയ കുറവുണ്ടായിരുന്നു. അതുപോലെ പാലിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിലാണ് ഒന്നും കൂടി ഒരു റോയൽ ടേസ്റ്റ് വരിക. ജലാറ്റിനും ചൈന ഗ്രാസും രണ്ടും വേണം ഒരു നിർബന്ധമില്ല കേട്ടോ. ചൈന ഗ്രാസ് മാത്രം യൂസ് ചെയ്യാം അല്ലെങ്കിൽ ജലാറ്റിൻ മാത്രം യൂസ് ചെയ്യാം. ഇത് രണ്ടും ഇല്ലെങ്കിൽ കോൺഫ്ലോർ യൂസ് ചെയ്തിട്ടും ചെയ്യാം, പക്ഷേ ഇത്രയ്ക്ക് കട്ടിയിൽ വരണമെന്നില്ല. നിങ്ങൾ പുഡിങ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യാത്തവരോ അല്ലെങ്കിൽ അറിയാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ഈ ചാനൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.